ഗാന്ധിജിയും ചെങ്ങായിമാരും കൂടി കടപ്പുറത്ത് കൂടെ പിന്നെന്താണ് പോവുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളിത് കേൾക്കണം. പിന്നെന്താണ് കൃത്യമായിട്ട് ഓർമ്മ. ട്യൂഷൻ വീട് നല്ല രസമാണ്, ഒരു പ്രത്യേക വൈബൊക്കെ ഉള്ളൊരു ഇതാണ്. ട്യൂഷൻ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പേഴ്സണലി ഞങ്ങൾ എവിടെ പോയാലും ട്യൂഷൻ വീട്ടിലെ ചേച്ചിയല്ലേ അല്ലെങ്കിൽ ട്യൂഷൻ വീട്ടിലെ കുട്ടികളല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. പറഞ്ഞു അവൻ ഭയങ്കര ഇമോഷണലായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നു അവൻ. അത് നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്, ഒരു പ്രശ്നമില്ല. അവിടെ എവിടെ ഷൂട്ട് ചെയ്യാം ഏരിയ മൊത്തത്തിൽ. ചോലക്കേറിയിലൂടെ മുത്താരം കൊന്നുകേറി വെട്ടം തെളിച്ച് വരുന്നവനാരാട സൂര്യൻ. എന്താ ഒരു ഇന്റർവ്യൂ വന്നതല്ലേ? ഞങ്ങള് എന്താ ടീച്ചറേത് പറയിപ്പിച്ചില്ലേ? അപ്പൊ നമ്മുടെ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ട്യൂഷൻ വീടിലെ ടീച്ചറും കുട്ടികളും അതിന്റെ ഡയറക്ടറുമാണ്. സ്വാഗതം. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ടീച്ചറും കുട്ടികളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറൽ ടീച്ചറും കുട്ടികളാണ്. സാധാരണ നമ്മൾ കാണുന്ന ട്യൂഷൻ വീടുകളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ നമ്മുടെ ഈ ട്യൂഷൻ വീടിലുണ്ട്. ടീച്ചറും ടീച്ചർക്ക് പറ്റിയ കുട്ടികളാണ്. അതുപോലെ തന്നെയാണ് ടീച്ചറും ടീച്ചറുടെ അമ്മയും അല്ലേ? ടീച്ചറുടെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ വീട് മാത്രമല്ല, ടീച്ചറുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളും അതിലും ഈ കുശുമ്പും കുന്നായ്മൊക്കെ ആയിട്ടുള്ള കുറച്ച് ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു. എങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞത് കേൾക്കാറൊക്കെ ഉണ്ടോ? ഇതുപോലൊക്കെ തന്നെയാണോ? ഇപ്പൊ കണ്ട പോലൊക്കെ തന്നെയാണ്. 2-3 തവണയൊക്കെ പറഞ്ഞാ കേൾക്കും അല്ലേ? കേൾക്കും. ടീച്ചറെ ഇഷ്ടമാണോ എല്ലാവർക്കും? ടീച്ചറെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ടുണ്ട്. തുടങ്ങിക്കോട്ടെ. ടീച്ചറെ പറ്റി പറയാ ടീച്ചർ വേറെ ലെവലാണ്. പിന്നെന്താ എല്ലാരും അടിപൊളി തന്നെയാണ്. നല്ല 2 വാക്ക് പറയടാ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞേ. പിന്നെന്താ ടീച്ചർ നന്നായിട്ട് അടിക്കാറുണ്ടോ? ഇല്ല. അല്ല, അത് പറഞ്ഞ ഞങ്ങള് കേൾക്കൂലെന്നുള്ളൂ അല്ലേ? അതാണ് അതിന്റെ സത്യം. അതെ പാവാണ്. എങ്ങനെയുണ്ട് ഉമ്മകുൽസോ ടീച്ചർ? കുഴപ്പമില്ല. ഓരോ കഥാപാത്രങ്ങളാണല്ലേ ഉമ്മുകുൽസു. എല്ലാവരും ഒന്നും നമുക്ക് ആദ്യം പരിചയപ്പെടാം അല്ലേ? പരിചയപ്പെടാം. അത് ഡയറക്ടർ മുതൽ തുടങ്ങിക്കോട്ടെ. ഡയറക്ടർ ഫാസിൽ, ഇതിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് ഫാസിൽക്ക നമ്മുടെ പൊന്നാനിക്കാരൻ തന്നെയാ അല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊന്നാനിയിൽ നിന്ന് വന്ന ഇത്രയും വൈറൽ ആയിട്ടുള്ള ഒരു അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നത്? ഇങ്ങനെ ഒരു സാധനം തുടങ്ങണം അല്ലെങ്കിൽ എന്നൊക്കെ ഇത്രയും വൈറലാവുന്നൊക്കെ വിചാരിച്ചിരുന്നോ? എങ്ങനെയായിരുന്നു ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ? ഇത് ബേസിക്കലി ഞാൻ ഇതുപോലെ പണ്ട് കുറെ 3-4 ട്യൂഷൻ വീട്ടിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരു ഐഡിയ വന്നു. ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കണ്ടപ്പോൾ അത് ഞാനൊരു ട്യൂഷൻ വീടിന് പറ്റിയ വീടാണ് തോന്നിയത്. അപ്പോൾ പിന്നെ വീടിന് ഇങ്ങനെ കഥ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ലൈഫിലുണ്ടായ കുറേ ചെറുപ്പത്തിലുണ്ടായ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് സെറ്റാക്കി. ട്യൂഷൻ വീട്ടിൽ പോയാൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ. അതായത് ഞാനും പണ്ട് ട്യൂഷൻ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതുപോലെ എനിക്കത് ഇവിടെ ചെയ്യാൻ പറ്റി. അല്ല, ഇപ്പം ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അഭിനയിക്കാണെന്ന് തോന്നുന്നത് നാച്ചുറലായിട്ട് എങ്ങനെ കുട്ടികളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റുന്നത്? ഇവരെങ്ങനെ കണ്ടെത്തി? പിള്ളേരെന്ന് വെച്ചാൽ എല്ലാവരും ആരും മുന്നേ അറിയുന്ന ആൾക്കാർ അങ്ങനെ ചെയ്ത ആൾക്കാരൊന്നുമല്ല. ഞാനിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇതിൻ്റെ പ്ലാൻ വന്നപ്പോൾ സമയത്ത് തന്നെ ട്യൂഷൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് പല സമയത്ത് എനിക്ക് ഓരോരോ കുട്ടികളിൻ്റെ ഇങ്ങനെ മുന്നിൽ വന്ന്. ഇപ്പോൾ ഗൗരി, ശ്രേയ, പിന്നെ വാവുട്ടി, ഷുക്കൂർ, ഇവരൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ പലർന്ന് കണ്ടപ്പോൾ പിന്നെ ഓരോരുത്തരെ നിന്ന് ഒരാളെ കാണുമ്പോൾ എനിക്ക് ആ ക്യാരക്ടർ കൊള്ളാട്ടോ, പയ്യനെ കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 8 ആൾക്കാരെ ടീം സെറ്റ് ചെയ്ത് തന്നത്. ആദ്യത്തെ വർക്കില്ല, മുൻപ് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമകളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ അപ്പം മുൻപേ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല. ഇതുപോലെ കാസ്റ്റിംഗ് ഓരോരുത്തർ അവിടെ നിന്നൊക്കെ കണ്ടിട്ട് ഇതിലെ ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചറെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ടീച്ചർ ഇതിലേക്ക് വന്നത്? ടീച്ചറെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഫോട്ടോ കണ്ടു. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ കുറേ സമയത്ത് ഇങ്ങനെ അതിശയമായിട്ട് ഒരു ഫോട്ടോ
വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ അത് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് മെസ്സേജ് അയച്ച് അങ്ങനെ സെലക്ട്. ടീച്ചർക്ക് അപ്പം എന്ത് തോന്നി ഇങ്ങനെ ഒരു ഓഫർ? ആദ്യത്തെ പ്രൊജക്റ്റ് ആയിരിക്കില്ല, മുൻപും ഷോർട്ട് ഫിലിം കാര്യങ്ങളും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വന്നപ്പം ഈ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തൊക്കെ തോന്നി? ഞാനും ഈ പറഞ്ഞതുപോലെ ട്യൂഷൻ വീട്ടിൽ പോയിട്ടുള്ള 1-2 ട്യൂഷൻ സെൻറ്റേഴ്സിൽ പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചെയ്ത ക്യാരക്ടറും അമൃത ടീച്ചറെ പോലെയുള്ള ഒരു ടീച്ചർ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അതിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മെസ്സേജാണ്, ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജാണ്. കുറേ ആൾക്കാരിങ്ങനെ വർക്കിൻ്റെ ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമല്ലോ. പക്ഷേ ഫാസിലിൻ്റെ മെസ്സേജ് ഞാൻ വായിച്ചു, അപ്പോഴത്തന്നെ റിപ്ലൈ ചെയ്തു. റിപ്ലൈ ചെയ്തിട്ട് ഫാസിൽ പറയുന്ന സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ട്യൂഷൻ വീട് എന്താണെന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലൈക്ക് എവിടെ കട്ട് വരും, ഏതൊക്കെ പോർഷനാണ് വരുന്നത്, ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. ഫസ്റ്റ് തിങ് അതാണ് ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ റീസൺ. രണ്ടാമത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, ഞാൻ ചെയ്ത വർക്കൊക്കെ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഡയറക്ടറിൽ ഭയങ്കര കോൺഫിഡൻസ് വന്നു. അതാണ് സത്യത്തിൽ ട്യൂഷൻ വീട്ടിലേക്ക് എത്താനുള്ള റീസൺ. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ഭാഗ്യമുള്ള സമയമായിരുന്നു. കറങ്ങി തിരിഞ്ഞ് ഭാഗ്യം ഇങ്ങനെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന സമയം കറക്റ്റ് ഫാസിൽ എന്നെ വിളിച്ചു. അങ്ങനെ ട്യൂഷൻ വീട്ടിലുണ്ടായി. അതാണ് 2 വർഷമായി. 2 വർഷമായി ട്യൂഷൻ വീട്ടിൽ. ഈ കുട്ടികളുടെ കൂടെയുള്ള യാത്ര എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര രസമായിരുന്നു. സ്റ്റിൽ നമ്മൾ ഇപ്പം ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഇപ്പം ഈ ഓഡിയൻസ് കാണുന്ന ഞങ്ങൾ ഇത്രയും പേരാ, ഇതിൻ്റെ പുറകിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ഇത്രയും പാരൻസ് വന്നിരിക്കുക എന്ന് പറയുമ്പം അത് 2 years ആയിട്ട് അവർക്ക് മടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ ഞങ്ങൾക്കിടയിലുള്ള സന്തോഷവും സ്നേഹവും. പിന്നെ ഡയറക്ടർ ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആക്ച്വലി നല്ല ഭക്ഷണം, നല്ല സ്ഥലം എല്ലാം നല്ല ഗംഭീരമായിട്ട് തരുന്നുണ്ട്. പിന്നെ ട്യൂഷൻ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പേഴ്സണലി ഞങ്ങൾ എവിടെ പോയാലും ട്യൂഷൻ വീട്ടിലെ ചേച്ചിയല്ലേ അല്ലെങ്കിൽ ട്യൂഷൻ വീട്ടിലെ കുട്ടികളല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഞങ്ങളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഞങ്ങൾക്കുണ്ട്. മൊത്തത്തിൽ ട്യൂഷൻ വീട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ട്യൂഷൻ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനേതാവ് എന്നുള്ള വ്യക്തികളുടെ ഏറ്റവും ഇഷ്ടം ആരാ? ട്യൂഷൻ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാന്ന് ചോദിച്ചാൽ പറഞ്ഞ വെല്ലുവിളി അല്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ ഷുക്കൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷുക്കൂർ എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ള, കുറച്ച് മെച്ചൂർഡാണ് ഷുക്കൂർ. അതിൽ ഈ മാമ എന്ന് ഇവരെല്ലാവരും വിളിക്കുന്ന പോലെ തന്നെയാണ്. പേഴ്സണലി അവൻ അങ്ങനെ തന്നെയാണ്. നമുക്കൊരാവശ്യമൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നീ ചേച്ചി അത് അങ്ങനെയാണല്ലേ അല്ലെങ്കിൽ അത് ഇങ്ങനെ ആവും എന്നൊക്കെ പറയുന്ന ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. ഞാനത് അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് എല്ലാവരും അല്ലേ അങ്ങനെ നാട്ടിലുള്ളവരൊക്കെ ചെക്കനെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുൽസു ഭയങ്കര സ്നേഹമാണ്. പിന്നെ പൊതുവെ കുറച്ചൊരു പാവം കുട്ടിയാണ് കുൽസു. വാവുട്ടിയും അതുപോലെ ദേവിയും കുറച്ചൊരു എന്താ പറയുക, നമ്മളതിൽ കാണുന്ന അലമ്പ് നിർത്തിയിട്ടില്ലെങ്കിലും കുറച്ചൊരു വില്ലത്തികളാണ്. അപ്പോൾ അവരുടെ അടുത്ത് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ മിഠായി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇഷ്ടമെന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെ ഓരോരുത്തരും. മുജു ഭയങ്കര പാവാണ്. റേയ എനിക്ക് കുറച്ചൊരു പെറ്റായിട്ടുള്ള ആളാണ് കേട്ടോ. റേയ എനിക്ക് കുറച്ചും കൂടെ ഇവരെ ഇത്രയും പേരുണ്ടെങ്കിലും കുറച്ചും കൂടെ കുഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, കുറച്ച് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ശ്രേയ ഞങ്ങളുടെ കൂട്ടത്തിലെ അതിൽ കാണുന്ന പോലെ തന്നെ ഇത്തിരി ജാടയൊക്കെ ഉണ്ടോയെന്ന് ഞങ്ങൾ തന്നെ പറയുന്ന, പക്ഷെ പാവാണ് കേട്ടോ, നല്ല മോളാ. പിന്നെ ഏറ്റവും ഇഷ്ടത്തിലുള്ള ഒരാളാണ് ഞങ്ങളെ നാച്ചു ഞങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഇത്രയും ഉണ്ടായിരുന്നില്ല ഷൂട്ട് തുടങ്ങുന്ന സമയത്ത്. എല്ലാവരും ചെറുതാണെങ്കിൽ അതിൽ ഏറ്റവും ചെറുതായിരുന്നു അത്. അങ്ങനെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഓരോ പ്രത്യേകത ഉണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിന് ഓരോ പ്രത്യേകത ഉണ്ട്. നോമ്പൊക്കെ നോറ്റാ എടുത്താ എത്ര എണ്ണം എടുത്തു? എത്ര നോമ്പ് പറ്റും കഴിഞ്ഞ പ്രാവശ്യം? എടുത്തിട്ടില്ല. ശുക്കൂർ മാമ നോമ്പ് വിട്ട ഈ കണ്ട കള്ളനോമ്പ് എടുക്കുന്നില്ലേ? അതുപോലെ കള്ളനോമ്പ് എടുത്തി ഇതില് ഈ കന്നി നോമ്പ് എന്ന് പറയുന്ന ആ ഒരു ഇതില് ശുക്കൂറിന്റെ ഉമ്മയായിട്ട് വളരെ രസമായിട്ട് അഭിനയിച്ചത് അത് ആരായിരുന്നു സത്യം? അമീർ അൻസാർ എന്ന് പറഞ്ഞു. അവിടെ തന്നെ നമ്മൾ അതിൽ അഭിനയിച്ചാൽ കൂടുതൽ ആൾക്കാർ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. അതല്ല, ഈ ഇവരെ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ? ഒരു ഡയറക്ടറെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയല്ലേ ശരിക്കും? നേരത്തെ ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത് റിഹേഴ്സലൊക്കെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ പരിപാടിയാണ്, അഭിനയിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം. അത് ഭയങ്കര ലൈവായിട്ട് അഭിനയിപ്പിക്കുക എന്നുള്ള സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അതാണ്. അതിന് നമ്മൾ ചിലപ്പോൾ ഒറ്റ ടേക്ക് വെക്കുള്ളൂ, പക്ഷെ നമ്മൾ കുറേ ഒറ്റ ഷോട്ട് വെക്കുള്ളൂ. പക്ഷെ നമ്മൾ
കുറേ ടേക്ക് പോകും. കാരണം ആ പെർഫോമൻസ് അത്രയും പക്കായി കിട്ടണം, അത് റിയലിസ്റ്റിക് ആവണം എന്നുള്ളൊരു സംഭവം അതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് ഇപ്പോൾ പറഞ്ഞ് പഠിച്ച് വന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്ക്രിപ്റ്റ് ആർക്കും അയച്ചു കൊടുക്കില്ല. നമ്മൾ പഠിച്ചൊന്നും വരണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിന് കുട്ടികൾ 100% തരുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എത്ര സമയമൊക്കെ എടുത്തിട്ടാണ്, അതോ എല്ലാ എപ്പിസോഡിലേക്കുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാറൊന്നുമില്ല. അന്ന് രാവിലെ വന്നിട്ട് ഞാൻ ലൊക്കേഷനിൽ വന്നിട്ട് അന്ന് എടുക്കാനുള്ളതൊക്കെ എഴുതും. ശരി, എഴുതിയിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ. ഈ സൈന മീഡിയ ആയിട്ടൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ മറ്റേ അവരായിട്ട് കോൺട്രാക്ട് എങ്ങനെയായിരുന്നു? അത് നമ്മൾ ആദ്യം നമ്മൾ ചെയ്തതായിരുന്നു, പിന്നെ നമ്മൾ വേറെ നമുക്ക് സെയിൽ ചെയ്തതാണ്. അങ്ങനെ സൈനക്ക് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. ഈ ഇതില് മറ്റേ ഷുക്കൂറും ആളുകളൊക്കെ നേരത്തെ ഷുക്കൂറിന്റെ ഏതായിരുന്നു ആ ഡയലോഗ്? എന്താണ് മറ്റേ അബ്ദുൽ കലാം വന്നിട്ടുള്ള കാര്യം അല്ലേ? ഇപ്പൊ അതിലും വലുത് ഉപ്പു സത്യാഗ്രഹമാണ്. ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് 2 വാക്ക് ആദ്യം ആരാ പറയാ? മറ്റേ ഇവ ഇല്ല അല്ലേ, സുപ്ര ഒരു ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് അല്ലേ? ഒന്ന് പറഞ്ഞ ഉപ്പു സത്യാഗ്രഹം എന്താ? ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് അറിയെങ്കിൽ സ്കൂളിൽ പോകണോ, അത് പോവാത്ത കല്യാണത്തിന് പോയിക്കരുത്. എപ്പോഴും കല്യാണത്തിന് പോകാനാണ് അല്ലേ? അമ്മയ്ക്കും കല്യാണം, അവൾക്കും കല്യാണം. ഷുക്കൂറിന് എന്തായിരുന്നു അന്ന്? എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, നിങ്ങളിത് കേൾക്കണം. ഗാന്ധിജിയും ചെങ്ങായിമാരും കൂടി കടപ്പുറത്ത് കൂടെ പിന്നെന്താണ് പോവുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളിത് കേൾക്കണം. പിന്നെന്താണ് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തുണ്ടായത്. അപ്പൊ ചേച്ചി പറയും അപ്പൊ ഞാൻ പറയും ഒന്നും ഉണ്ടായില്ലേ. അതല്ല ആ ഒരു സീനില്ലേ ഈ മറ്റേ നമ്മൾ പല ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ട്, ഈ സലീം കുമാർ ഡയലോഗ് പറയുമ്പോൾ ദിലീപ് ചിരിക്കുന്നതൊക്കെ, അതുപോലെ ഇവൻ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾ മുഴുവൻ ചിരിക്കല്ലേ? അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്താണോ അതോ അല്ല അത് ചിരി കഴിഞ്ഞിട്ട് എടുക്കാന്ന് സംഭവിച്ചതാണ്? എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ 2-3 ടേക്ക് അത് എടുത്തു, എന്നിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേശം 13 മില്യൺ മുകളിൽ അത് പോയിട്ടുണ്ട്. ഇവനിത് പറയുമ്പോൾ ഞാൻ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ട്. എടാ സോറി എടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മാറുന്നതാ. എനിക്ക് തോന്നുന്നു അത് ശരിക്കും നമ്മൾ വന്ന ഔട്ടിലും അങ്ങനെ തന്നെയല്ലേ ചിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതാണ് ആ വെബ് സീരീസിൽ അത് കാണുമ്പോഴും പറയുമ്പോ നിങ്ങളുടെ മൊത്തം ചിരി മാത്രമേ ഉള്ളൂ. ഇതിപ്പോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? സ്റ്റില്ലുണ്ട്. ഞങ്ങളന്ന് ആദ്യമായിട്ട് അത് കേൾക്കുക. അപ്പം ഉണ്ടാവുന്ന ഒരു ചിരി എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇത് എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം. നമ്മളത് ഫസ്റ്റ് കേൾക്കുകയാണ് ആ സംഭവം. ഇവൻ ആ ടോണിലത് പറയുന്നത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാസിലിന് ദേഷ്യം വന്നു. നിങ്ങളിത് ചിരിക്കല്ല സീരിയസ് ആയിട്ട് എടുക്കുന്ന കാരണം ഷൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മളടുത്ത്. പിന്നെ നമ്മളൊന്ന് സഹിച്ചൊക്കെ നിന്ന്, പക്ഷെ നടന്നില്ല. അതെന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാണുന്നുണ്ട് ശരിക്കും. അപ്പോൾ മറ്റേ സെറ്റില് എങ്ങനെയുണ്ട് മറ്റേ ഫാസിലും മറ്റുള്ള ക്രൂ മെമ്പേഴ്സും ഒക്കെ എങ്ങനെയാണ് ഈ സെറ്റിനെ കൊണ്ടുപോകുന്നത്? ലൈക്ക് ഞങ്ങളെ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഹാപ്പിനെസ് അല്ലേ, അതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ഓഫ് ക്യാമറയിൽ. നമ്മൾ ഓൺ ക്യാമറ നമുക്ക് പിന്നെയും കുറച്ചൊക്കെ പേടിയാണ്. 2-3 ടേക്കൊക്കെ പോകുമ്പം ഫാസിലിൻ്റെ മൂഡ് ഇത്തിരി മോശക്കാവുകയാണെങ്കിൽ ചിലപ്പോൾ 2 ചീത്തയൊക്കെ കേൾക്കും. അപ്പോൾ നമ്മൾ നന്നാവും. പിന്നെ എല്ലാവരും കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കും. ലൈക്ക് ചില ഷോട്ടൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു കളിക്കും, ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അതല്ലാതെ ഓൾ ടുഗദർ ലൊക്കേഷനിൽ ഭയങ്കര രസമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ നല്ല എല്ലാ കാര്യത്തിലും രാവിലെ വരുന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യം, വീട്ടിലെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യം ക്രൂവിലെല്ലാവരും ടേക്ക് കെയർ ചെയ്യും. പിന്നെ എല്ലാവരും ഒരുപോലെയാണ് നമ്മളടുത്ത് പെരുമാറുക. ഒരാളുടെ അടുത്തൊരു വേർതിരിവോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരാൾക്ക് മാത്രം ഒരു എക്സ്ട്രാ എന്തെങ്കിലും. ഇപ്പം ഷുക്കൂറിനെ ഭയങ്കര ഫേമസ് ആണ് അതിൽ. എല്ലാവരും നമ്മളെല്ലാവരെയും കാട്ടിലും ഫെയിം കിട്ടിയിട്ടുള്ള ആളാണ് ഷുക്കൂർ. ദാറ്റ് ഡസൻ മീൻ നമ്മളെ ലൊക്കേഷനിൽ വരുമ്പോൾ ഓക്കെ ഷുക്കൂറിന് നല്ല ഫെയിം ഉണ്ട്, ഷുക്കൂറിന് കുറച്ചധികം പ്രസൻസിന് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഈക്വലി ആണ് എല്ലാ കാര്യം. അത് തന്നെ വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെല്ലാവരും ഒരുപോലെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ എപ്പിസോഡ് വിടുമ്പോൾ എങ്ങനെയാണ്, എത്ര ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടാവുക? എവറേജ് ഒരു 13-14 സെക്കൻഡ് ഒരു സീസൺ ഷൂട്ട് ചെയ്യാനായിട്ട് 5 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് എടുക്കുക. ഇതില് മറ്റേ ഇപ്പോൾ സാധാരണ മറ്റേ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അത് എഴുതുന്ന ആൾ ഒരു ട്യൂഷൻ വീട് ആലോചിക്കുമ്പോൾ ആ ട്യൂഷൻ വീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം
പക്ഷെ ഇതിനോട് സമാന്തരമായിട്ട് വേറൊരു കഥ കൂടി ഇതിൽ നടക്കും. കാരണം അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് കുറെ സ്ത്രീകള് അവര് ഈ കുട്ടികളുടെ അമ്മമാരെന്നെ അവിടെ ഇരുന്നിട്ട് മറ്റേ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അവിടെ നിന്നുള്ള ചായയും കടിയൊക്കെ ഇവർക്ക് കൊടുക്കുന്നു. അതെങ്ങനെ ആ ഒരു ഐഡിയയിലേക്ക് വരുന്നത്? അത് നോർമലി ഇപ്പം ഞാൻ പറഞ്ഞു ട്യൂഷൻ വീട്ടിൽ പോകുന്ന സമയത്ത് അപ്പുറത്തെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലത്തെ ആൾക്കാർ ഇവിടെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഈ വരുന്ന സമയം ഇവരൊക്കെ പണിയൊക്കെ ഉണ്ട്, ഫ്രീ ആയിക്കുന്ന സമയമാണല്ലോ ഈ സ്ത്രീകൾ. അപ്പോൾ ഇവർ ഈ സമയം 4 മണിയാകുമ്പോൾ ഇവർ ഇവിടെ വരും, ഈ ട്യൂഷൻ തൊട്ട് അപ്പുറത്ത് വരും. എന്നിട്ട് ഇവർ ഈ പിള്ളേർ കൂടുന്ന പോലെ അപ്പുറത്തിരുന്നിട്ട് ഇവർ പറയണ കേൾക്കലും അതൊക്കെയാണ് ഓരോ പരിപാടി. അപ്പം അങ്ങനെ ആ ഒരു വേറെ സാധനം കൂടി ഇടയാന്ന് വെച്ചിട്ട് അവിടെ ഒരു ഇമോഷൻ ഉണ്ട്. ഇവിടെ പിള്ളേർ കൂടുന്നു, അവിടെ വൈകുന്നേരം ആ ചേച്ചിമാർ കൂടുന്നു. സാധാരണ കാണുന്ന നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന അവരത് ഭയങ്കര എൻജോയ് ഉണ്ട്. ഈ ട്യൂഷനിലത്തെ പരിപാടി കാണാൻ അവിടെ കൂട്ടില്ല. അതെ അതെ. അല്ല, ഈ ഇതില് അഭിനയിക്കുന്നവര് ഈ അമ്മമാര് കുട്ടികളുടെ അമ്മമാർ തന്നെയാണോ? 2-3 പേര് കുട്ടികളുടെ അമ്മമാരാണ്. പിന്നെ ബാക്കിയുള്ളൊക്കെ അവിടുത്തെ ചേച്ചിമാർ തന്നെയാണ്. നമ്മളാരും അങ്ങനെ പുറത്തു നിർത്തുന്നില്ല. അവിടെയുള്ള ചേച്ചി അഭിനയിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിപ്പിച്ച് നമ്മളൊരു ബിനിച്ചേച്ചി കൊണ്ടൊരു ചേച്ചിയുണ്ട്. 30-പേരൊക്കെ നടന്നു ചേച്ചി ഒന്നും ഒരു റോള് ക്യാരക്ടർ ചെയ്ത് പോകാണ്ട് അങ്ങനെ വിളിച്ചു വരുത്തി അഭിനയിച്ച് സ്ഥിരം അത് നമ്മളെ വേറെന്താണ് ചാന്ദിനി കുറ്റിപ്പുറത്തുള്ള വീട് ചാന്ദിനി. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉള്ള ആൾക്കാരാണ്. പിന്നെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പറിന്റെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അമ്മമാരും അഭിനയിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കാരണം കുട്ടികളെ പോലെ തന്നെ അവരും അത് ശരിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ട്യൂഷൻ വീട് അത്രയും ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറെ സീൻസ് വർക്ക് ചെയ്യാൻ പറ്റി. ഷുക്കൂർ പറയും, ഷുക്കൂർ മറ്റേ ഈ ഷൂട്ടില് എങ്ങനെയാണ് ഫാസിൽ ഖാനെ കൊടുക്കുന്നത്? അത് ഞാനും ഫാസിലിക്ക് ആദ്യം ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിരുന്നു ഫാസിലിക്ക. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടെടുത്താണ് നിന്നെ. ഇവരിലൊക്കെ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം. ഞങ്ങളത് പറഞ്ഞു പഠിച്ചു വന്നേ. അല്ല, പറഞ്ഞു പഠിച്ചൊന്നല്ല, എല്ലാവരും ഒരേപോലെ. സീരിയസ് ആണോ ഡയറക്ടർ? അല്ലല്ല, പാവാണ്. ഭയങ്കര ഫ്രീ ആണല്ലേ? ഫ്രീ ആണ്, പാവാണ്. അല്ല, നമുക്ക് സ്കൂളിൽ ഒരുപാട് എന്താ പറയാ ഫാൻസ്, അത് പ്രത്യേകിച്ച് ഫാൻസ് ആയിട്ട് കുറെ ഉണ്ട്. അത് സത്യ? അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ട്. ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. ഇഷ്ടമുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരൂര് പോയപ്പം ഒരു ഐസിൻ്റെ ഷോപ്പിൽ പോയത് കഴിക്കാൻ വേണ്ടി, മെമ്മറൈസ്. അപ്പോൾ അവിടെ ചെന്നപ്പം കുറേ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ ട്യൂഷൻ വീട്ടിലെ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ട്യൂഷൻ വീട്ടിലെ ചേച്ചി മനസ്സിലായല്ലോ. ചേച്ചി ഷുക്കൂറിൻ്റെ നമ്പർ തരുമോ? ഷുക്കൂറിൻ്റെ നമ്പറോ? ഷുക്കൂറിന് ഫോണില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഫോണുണ്ട്, ഉണ്ടായിരുന്നില്ലേ? കേടായി. ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഷുക്കൂറിന് നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സോന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഷുക്കൂറിൻ്റെ അടുത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുമെന്ന് പറയണം, മെസ്സേജ് ഒന്നും റീഡ് ചെയ്യുന്നില്ല, എൻ്റെ ഹായ് പറയണം. ഷുക്കൂർ ഹിന്ദു ആണോ മുസ്ലിമാണോ? ശരിക്കുള്ള പേരെന്താ? ഇങ്ങനെ ഷുക്കൂറിനെ കുറിച്ച് എവിടെ പോയാലും 100 ചോദ്യങ്ങൾ. ചെറുതായിട്ട് പറയും, പക്ഷെ ജാടയൊന്നുമില്ല. നാണം വന്നിട്ട് മടിയുടെ ഒരു പ്രശ്നമാണ് അല്ലേ, അല്ലാണ്ട് ഞങ്ങൾക്ക് ജാടയൊന്നുമില്ല. പക്ഷെ നല്ല ഗേൾ ഫാൻസ് ഉണ്ട് കേട്ടോ, സത്യമാണത്. ഗേൾസ് മാത്രമല്ല, ബോയ്സ്. അതെ, സോന ഷുക്കൂറിന്റെ മെസ്സേജിന് ഷുക്കൂറിനെ എങ്ങോട്ട് മെസ്സേജ് വന്നതാ? പറഞ്ഞു. സത്യം പറഞ്ഞ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സോറി. ഞാൻ ഇന്ന് നോക്കാറുണ്ട്, റിക്വസ്റ്റുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. എല്ലാവരും ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, ഞാൻ സോനയുടെ മെസ്സേജ് കാണുക വെച്ചാൽ ഇന്ന് തന്നെ റിപ്ലൈ വരും. ഇന്നല്ലേ? അതെന്താ ഈ മറ്റേ എന്താ പറയാ, ഇവളല്ലേ ഇൻസ്റ്റാ സ്റ്റാർ ആക്കാൻ വേണ്ടി? ഈ ഇൻസ്റ്റാ സ്റ്റാർ ആവോ? ആവണം. ഇൻസ്റ്റ ഐഡിയ ഒക്കെ ഉണ്ടോ? ഇൻസ്റ്റ ഒക്കെ ഉണ്ടോ? ഡാൻസ് തന്നെയാണോ മെയിനായിട്ട്? എല്ലാം ഉണ്ട്. അങ്ങനെ എന്താ ട്യൂഷൻ വീടിനെ കുറിച്ച്? ട്യൂഷൻ വീട് നല്ല രസമാണ്. ഒരു പ്രത്യേക വൈബൊക്കെ ഉള്ളൊരു ഇതാണ്. എന്താ പറയാ, എല്ലാരും നല്ല ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും വരുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായില്ലേ, പക്ഷെ അവിടെ ചെല്ലുമ്പോ ഭയങ്കര എല്ലാരും ഫ്രണ്ട്ലി ആണ്. എന്റെ പേര് വാവുട്ടി.
അതെ. ശരിക്കും പേര് വാവുട്ടി തന്നെ? തീർത്ത തീർത്ത വാവുട്ടി എന്നാണ് വിളിക്കുക അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ വാവുട്ടി തന്നെ. ആ വാവുട്ടി വാഴയിൽ. എവിടെ പഠിക്കുന്ന, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. പട്ടാമ്പിയാണോ വീട്? ആ അതെയോ? ഇനി അടുത്താണ് മോളെ ശരിക്കുള്ള പേരെന്താ? റയ. റയ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഇതുപോലെ തന്നെ ഒരു പാവം ക്യാരക്ടറാന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ക്യാരക്ടറാണ്. മടിയുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ മടിയുള്ള ആളുകളെയൊക്കെ എന്താ പറയാ, പലരും പല ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ പുഷപ്പ് ചെയ്തെടുക്കാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടോ? ആദ്യത്തെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇടങ്ങേറ്. അതൊരു 4-5 ദിവസം എടുത്ത് ആദ്യത്തെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരണല്ലോ. പിന്നീട് ഇപ്പൊക്കെ ഭയങ്കര സെറ്റ് പരിചയമായപ്പോ പിന്നെ അവർക്ക് തന്നെ സെറ്റ് പരിചയത്തിനപ്പുറം ഇവർക്കൊരു പരിപാടി അറിയണ്ടായിരുന്നില്ല. ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് ചെയ്യുക, എന്താണെന്നുള്ളതെന്ന് ഇവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അതൊന്ന് പഠിപ്പിക്കാനും ആക്കാനും കുറച്ച് സമയം എടുത്ത്. ഇടയിലൊക്കെ എങ്ങനെ പറയണം, അത് അങ്ങനത്തെ ഒരു പരിപാടികൾ എടുക്കാൻ. ഇപ്പം അവർ പെട്ടെന്ന് ടപ്പ് ഇപ്പം ഞാൻ സീൻ ചുമ്മാ പറഞ്ഞു കൊടുത്താൽ മതി, അപ്പം അതിന് ഇവരൊക്കെ റെഡിയാവും. എല്ലാ പരിപാടിയും ചെയ്ത് കറക്റ്റായിട്ട്. ഇപ്പം പിന്നെ കളി വല്ല കൂടുതലാണെന്നുള്ളൂ. ഇപ്പൊ അവരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രശ്നം പണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല, എത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ട് എല്ലാവർക്കും ഒരു പേടിച്ചിട്ട് അടുത്ത് അഭിനയിക്കണം എന്നുള്ള സാധനമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു ട്യൂഷൻ വീട്ടിൽ തന്നെ കളിക്കാനാ. ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പം ലൂഡോ കളിക്കുക, അത് കളിക്കുക, ഇത് കളിക്കുക. ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണോ? ആ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളും ക്ലാസ്സുള്ള ദിവസങ്ങളും കൂടുതൽ ഷൂട്ട് വരാറ്. പക്ഷെ എല്ലാവരും ലീവ് എടുക്കും അതിനായിട്ട്. ഇപ്പൊ നാച്ചുവിന്റെ ടീച്ചറാണ് ഇപ്പൊ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ടീച്ചർ എന്താ പറഞ്ഞേ? പോകണ്ട പറഞ്ഞ, അഭിനയിക്കണ്ട പറഞ്ഞ? അങ്ങനല്ല, കുറച്ച് ക്ലാസ്സിൽ വരണം എന്ന് പറഞ്ഞ? ക്ലാസ് കട്ട് ചെയ്തിട്ടാണോ അഭിനയിക്കാൻ പോകുന്നേ? ആണോ? അപ്പൊ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലേ? ക്ലാസ് ഇല്ലാത്ത ദിവസം പോയിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞു. ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? ഈ ടീച്ചർ ആവൂലേ കൂടുതൽ ചീത്ത പറയണേ? ഈ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ മടിയാണ് അല്ലേ? അപ്പൊ കരയില്ലേ? ഉമ്മനെ കണ്ടില്ലേ കരയും? ഇവളുടെ പക്ഷെ ആ ക്യാരക്ടർ ആ തട്ടൊക്കെ ഇട്ട് വന്ന് ആ അടിക്കുന്നൊക്കെ കാണുമ്പോ കറക്റ്റ് ആപ്റ്റാ. ശരിക്കും ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും കറക്റ്റ് ആപ്റ്റാണ്. അത് നേരത്തെ പറയും ചെയ്തു. ഉത്സവന് എങ്ങനെയാ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല. എനിക്ക് ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യണം, അപ്പൊ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെ സെറ്റായി ഇവരുടെ ഇതൊക്കെ ആയിട്ട്. മോളുടെ പേരെന്താ? ഗൗരി. പഠിക്കുകയാണോ? ആ 8ല്. ഏത് സ്കൂളിലാ? കുമരനെല്ലൂർ GHS കുമരൻ. ആണോ? ഓക്കെ. അപ്പം ഇതൊക്കെ തന്നെ പറയാനുള്ളത് ക്യാരക്ടറിനെ കുറിച്ച്. ഭയങ്കര ഇഷ്ടമായോ? അങ്ങനെ ഡയലോഗൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പറയാനൊക്കെ പറ്റുമോ? ഫസ്റ്റ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ശരി. പക്ഷെ ട്യൂഷൻ വീട്ടിലെ ടീച്ചറുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുൽസു എന്നുള്ള ക്യാരക്ടറാണ് അല്ലേ? എന്തായാലും കണ്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് കഴിക്കുക, ലൈറ്റ് വിളക്ക് വെച്ച് വരുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യുക, അങ്ങനെ കുറെ പണികളും ഉണ്ട് അല്ലേ? വെറുതെ അല്ല പണിയെടുപ്പിക്കുന്നത്. പിന്നെ ഈ ഇതിലേക്ക് വേറെ കുറെ ക്യാരക്ടറുകളായിട്ട് ഇപ്പോ ചില എപ്പിസോഡുകളിൽ ഇപ്പോ ഉണ്ണിയേട്ടൻ വന്നു, ജാഫർ കുറ്റിപ്പുറം വന്നു, അങ്ങനെ കുറെ ആളുകളെ അതൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഒരു എപ്പിസോഡ് പാരന്റ്സ് മീറ്റിംഗ് എന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഉണ്ണിയേട്ടന്റെ പരിപാടിയാണ് ഭയങ്കര വർക്കായത്. ഉണ്ണിയേട്ടൻ തകർത്തില്ല. ഷുക്കൂറിന്റെ വല്യപ്പ, അതൊക്കെ ഷുക്കൂറിന്റെ ക്യാരക്ടർ വല്യപ്പ, അത് ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ട ആ പരിപാടി. പിന്നീട് അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അവരെ തിരിച്ചു കൊണ്ടുവരണം അതിലോട്ട് തിരിച്ചിട്ട്. സിനിമയൊക്കെ പ്രതീക്ഷിക്കണം. ട്രൈ ചെയ്യണ്ട, അതല്ല നമ്മളെ ലക്ഷ്യം. ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ അതിലാണ്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫാസിൽ ഖാന്റെ സിനിമയാണ്. പടം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ട്യൂഷൻ വീടും ഒക്കെ ചെയ്തത്. പടം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അതിലോട്ട് എത്തുമെന്ന് വിചാരിക്കണം. ഇതിലിപ്പോ സിനിമയിൽ വന്നിട്ടുള്ളത് ആകെ ടീച്ചർ മാത്രം തന്നെയല്ലേ ഉള്ളൂ? ഓൾറെഡി മൂവി സ്പോട്ട് എഡിറ്റർ ആണ്. ഞാൻ മന്ദാകിനി ഇപ്പൊ റിലീസായത് മന്ദാകിനി. പിന്നെ നാച്ചു ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തു. ഇപ്പോ മന്ദാകിനിയിൽ അൽത്താഫ്കാടെ കൂടെ തന്നെ അല്ലേ ആഡ് ഫിലിം ചെയ്തു. മൂവി ചെയ്തത് ഞാൻ ഏതൊക്കെ മൂവീസ്? സുപ്രം ചെയ്തിട്ടില്ലേ?
സുപ്രന്റെ ഒരു പടം വരുന്നുണ്ട്. മറ്റേ സിനിമ പടച്ചോന്റെ മറ്റേ വേറെ അഭിലാഷം എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരുന്നത്. എങ്ങനെയാണ് മന്ദാകിനിയിലെ ഷൂട്ടും സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സിനിമാ വിശേഷങ്ങൾ വേറെ സിനിമയൊന്നും ആയിട്ടില്ല. അതൊരു വലിയ വിശേഷമാണ്. പിന്നെ ട്രൈ ചെയ്യുന്നു. മന്ദാകിനി നല്ലതായിരുന്നു. നന്നായിട്ട് ലൈക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു ട്യൂഷൻ വീട് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻ പ്രസൻസിൽ പിന്നെ ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കിട്ടുന്ന സിനിമയായിരുന്നു മന്ദാകിനി. ത്രൂ ഔട്ട് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിലൊക്കെ എൻ്റെ ഫോട്ടോ വരുന്നത് മന്ദാകിനിയാണ് ആദ്യമായിട്ട്. ആരെങ്കിലും എല്ലാവരും ട്യൂഷൻ വീട് ചോദിക്കുന്ന പോലെ തന്നെ കുറച്ച് പേരെങ്കിലും സിനിമ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചതും മന്ദാകിനിക്ക് ശേഷം. അതിന് മുൻപ് പടമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആരും കണ്ടിട്ടില്ല. ഞാൻ പത്മ ചെയ്തിട്ടുണ്ട്, കായ്പോള, സന്തോഷം, ഓർമ്മയിലൊരു ശിശിരം, ഓ മൈ ഡാർലിംഗ്, കുറേ പടം ചെയ്തിട്ടുണ്ട്. 5-8 പടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് തന്നെ പറയാൻ ധൈര്യം വന്നത് ട്യൂഷൻ വീടാണ്. നിന്റെ പേര് ശരിക്കും എന്താണ്? മുജ്തബ. മുജ്തബ. മുസ്തബ. എവിടെ പൊന്നാനിയാണ് അല്ലേ? അങ്ങനെ എങ്ങനെയുണ്ട് ക്യാരക്ടറൊക്കെ? ഉഷാറാ? സത്യത്തിൽ അന്ന് പല്ല് ഒറിജിനൽ പോയത് തന്നെയാണോ? പോയിട്ടില്ല, അഭിനയിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇവനെ കൊണ്ടാക്കാണ്ട് വീട്ടിലോട്ട് പോയതാ. അപ്പോൾ ഇവൻ്റെ ഒരു പല്ലിട്ടിക്കണ് പറഞ്ഞിട്ട് അതൊരു പല്ല് പറഞ്ഞിട്ട് നിൽക്കണ്. അപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടി. നമ്മളൊക്കെ പണ്ട് പല്ല് പറഞ്ഞാൽ മേലൊക്കെ എടുത്ത് ഓർമ്മ അറിയില്ല. ഞാൻ പറഞ്ഞു നീ കാര്യം ഈ പല്ല് നാളെ പേപ്പറിലിട്ടിട്ട് നീ നാളെ കൊണ്ടുപോയി പറഞ്ഞു. ഷൂട്ടോടെ എനിക്ക് ഞാനത് മറന്ന സംഭവം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ പല്ല് ഇന്നലെ കൊടുന്ന പല്ല് താറ് നമുക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ഓലെ പല്ല് തന്നെ ശരിക്കും പല്ല് ഭയങ്കര രസമുള്ള ഒരു ഇതായിരുന്നു. കാരണം കുട്ടികളായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും. ഞാൻ ഇപ്പോൾ പൊന്നാനി പോയ സമയത്ത് നമ്മൾ പൊന്നാനി ഷൂട്ട് എടുക്കണം. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഇതുപോലെ തന്നെ പല്ല് പറഞ്ഞപ്പോൾ അവർ അവിടെ ട്യൂഷൻ വീട്ടിൽ പറഞ്ഞ പോലെ പറഞ്ഞു അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു ഈ പാട്ട് പാടിയിട്ട് ആനപ്പല്ല് പോയി കിരിപ്പല്ല് പോയി അവർ അതുപോലെ പേര് പറ. ദേവി വൃന്ദ. ദേവി വൃന്ദ. എവിടെയാ? പുറത്തൂര് വീട്. മോണാക്ട് ഒക്കെ ചെയ്യോ? ഇല്ല, ഒക്കെ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണോ? വീട്ടിലൊക്കെ പോയിട്ടൊക്കെ ക്യാരക്ടർ ആയിട്ടൊക്കെ ചെയ്യോ? ഇല്ല. ഇല്ല. ഈ സ്കൂളിലൊക്കെ എന്താ പറയുന്ന എല്ലാരും? നല്ല അഭിപ്രായം, സപ്പോർട്ടാണ് എല്ലാരും. അവിടെ സ്റ്റാർ ആയ? ഓ, എന്റെ പേരായാല് ബബ്ലു. ബബ്ലു. ഒറിജിനാലിറ്റി ശ്രേയ പേര്. 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ആണ് മറ്റേ ഇതില്. ബാക്കിയുള്ളവരൊക്കെ മലയാളം. അതെ, ഞാൻ ട്യൂഷൻ മീഡിയം ഇംഗ്ലീഷ് മീഡിയം രീതിയിലാണ് ഇതാക്കുന്നത്. ഒറിജിനാലിറ്റി ഞാൻ മലയാളം മീഡിയം. ഭയങ്കര എങ്ങനെ ശരിക്കും ജാടയുള്ള കൂട്ടത്തിലാണ്? അല്ലല്ല, ജാടൊന്നുമില്ല. ക്യാരക്ടറിൻ്റെതായിട്ട് ഇങ്ങനെ ജാട വേണമല്ലോ. അങ്ങനെ സെറ്റിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുറെ തമാശയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ പറ്റിയ? ഇത്രയും കാലമായില്ലേ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ചേച്ചിയുടെ കണ്ണി വീണ വടിയായിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ അന്ന് ഞങ്ങള് ചേച്ചി ആശുപത്രി പോയിരുന്നു. ഞങ്ങള് അവിടെ റീൽ എടുക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ അന്താക്ഷരി കളിച്ചു, റീലെടുത്തു, ലുഡോ കളിച്ചു. ഉപയോഗിച്ച് നിങ്ങൾക്ക് എനിക്ക് വയ്യാണ്ടായിട്ട് വിഷമം തോന്നിയില്ല. ചേച്ചി എന്തായാലും തിരിച്ചു വരുമല്ലോ. പക്ഷെ ഷുക്കൂറാണ് ഇത് മുൻപത്തെ ഇൻ്റർവ്യൂവിൽ ഇത് തന്നെ ഞാൻ പറഞ്ഞു, ഇനി പറയരുതെന്നാ. ഷുക്കൂർ വന്നപ്പോൾ ചേച്ചി കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് നല്ല മെമ്മറി വെച്ചപ്പോൾ ഡയറക്ടറും അത് തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് കുറെ മുജുരിസം തെറ്റി. ഓ എൻ്റെ അമ്മേ, ഒരു 1.5 മണിക്കൂർ ഷൂട്ട് നിർത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുക. അത് അവൻ എന്തോ കുഞ്ഞു കാര്യത്തിന് എന്തോ പറഞ്ഞു, നമ്മൾ കളിയാക്കി. ദേവി വാവട്ടുണ്ടോ? ആരൊക്കെ? ഇഷാനും ബബി ചേച്ചിയും കൂടിയിട്ട് ഓനെ കളിയാക്കി. എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കരഞ്ഞേര് പിന്നെ കുറച്ചു നേരം ഒന്നും ഉണ്ടായില്ല. ഓനക്ക് കരച്ചിൽ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു കരയാനപ്പോ ഞങ്ങൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങള് രണ്ടുപേരും കൂടെ പാവുണ്ട് കേട്ടോ, കരയും കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു അവൻ ഭയങ്കര ഇമോഷണലായി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നു അവൻ. പിന്നെ അത് 2 മണിക്കൂറിന്റെ ഉള്ളിൽ അല്ലേ 1.5 മണിക്കൂർ ഈ കൈ ഇങ്ങനെയാ. ആര് പറഞ്ഞിട്ടും അനക്കില്ലല്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാസിലിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊക്കെ ചീത്ത കേട്ടു, എനിക്ക് ചീത്ത കേട്ടു. നിൻ്റെയൊക്കെ കളിയാക്കൽ കാരണമാണ് ഷൂട്ട് നടക്കണ്ടേ എവിടെയെന്നൊക്കെ ചോദിച്ചു. അല്ല, നിങ്ങളുടെ ഈ ഷൂട്ട് കാണാനോ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ വരാറുണ്ടോ? നാട്ടുകാരൊക്കെ എങ്ങനെ? അവിടെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഒരു പ്രശ്നമില്ല, അവിടെ എവിടെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം ഏരിയ മൊത്തത്തിൽ. അവരും പിന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ഒരാൾ വരാനും ഒക്കെ അവർ ഭയങ്കര സപ്പോർട്ടാണ്. ട്യൂഷൻ വീടിന്റെ ഒരു ഏരിയ ആയി മാറി. അതെ, ഇപ്പൊ വീട് പറയണത് ആ ട്യൂഷൻ വീടല്ലേ എന്ന് പറയാ. ഏരിയ തുയ്യത്ത് എവിടെ പോയിട്ട് ആരോട് ചോദിച്ചാലും ഞങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വീട് കാണാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ട്യൂഷൻ വീട് ഷൂട്ട് ചെയ്ത വീട് കാണാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ അവിടെ കാണാൻ വരാറുണ്ട്. ആ വീട് ഒരു വലിയ ക്യാരക്ടറാണ്. ആ വീടിന്റെ ആ വരാന്തയും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ആ ട്യൂഷൻ വീട് അതിന്റെ തൊട്ടടുത്ത്. അത് മറ്റത് തൊട്ടടുത്ത വീടാണോ അതോ വേറെ? തൊട്ടടുത്ത വീട് തന്നെയാണ്. അതാണ് ബിനി ചേച്ചിയുടെ വീട്, നമ്മളെ അഭിനയ ചേച്ചിയുടെ വീട് തന്നെയാണ് അത്. ആ ട്യൂഷൻ വീട് അത് ആ ഒരു വീടാണ് മെയിൻ. ആ വീടിൽ തന്നെയാണ് ആ ഷൂട്ട് എന്താ പറയുക സ്ക്രിപ്റ്റ് ഒരു ഐഡിയ വന്നതും ചെയ്യാവുന്നതൊക്കെ വീട് കണ്ടിട്ട് തന്നെയാണ്. നിങ്ങള് അതില് മറ്റേ എന്തൊക്കെയായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്? അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് യൂണിറ്റിൽ നമ്മളെ പിന്നണിയിലൊന്നും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ കുറവായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയ ടീമായിട്ട് വർക്ക് ചെയ്യണതല്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ ആ ഒരു ക്യാരക്ടർ പറഞ്ഞ ആള് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അല്ലേ, വിളിയോട് വിളിയ 2 ദിവസം. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു വർക്കായിട്ട് ഇങ്ങനെ വേറെ സ്ഥലത്ത് പിന്നെ പെട്ടെന്ന് പോകേണ്ടി വന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫാസിൽ വിളിക്കുകയാണ് ചെയ്തത്. പിന്നെ ആ ക്യാരക്ടർ വന്നില്ല, എന്നെ വന്ന് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഒന്ന് ചെയ്യണ്ടായത്. പിന്നെ പെട്ടെന്ന് വന്ന് അങ്ങനെ. അപ്പോൾ അന്ന് ആ വേറൊരു മൂഡിലായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ഇംഗ്ലീഷ് ആ ഒരു മാഷിൻ്റെ ആ ഒരു ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ മുട്ടിയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ആക്കി ഒന്ന് ആ ഒരു സെറ്റപ്പ് ആക്കി എടുത്ത്. പിന്നെ ആ ഒരു കുറച്ചും കൂടി കോമഡി ആയിട്ടുള്ള ഒരു സീരിയസ് അങ്ങനെ ആ ഒരു മൂഡ് പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇംഗ്ലീഷ് മാഷ് ആള് ഞാൻ നല്ല കമ്പനിയായി, കുറച്ചുകൂടി ഒരേ ബെഞ്ചിൽ അങ്ങനെ ഇരിക്കാണല്ലോ. ഞങ്ങളും ചിരിക്കാനെ ഒരു രസമായിരുന്നു. പിള്ള മനസ്സല്ലേ പെട്ടെന്ന് കണക്ട് ആവും. അല്ല, ഇതില് ഈ മറ്റാളുടെ ശൈലേഷ് എന്തായിരുന്നു? ഷൈനാസ്. മൂപ്പര് ശരിക്ക് ഈ നാട്ടുകാരനല്ലല്ലോ. അല്ല, അവൻ കൊല്ലംകാരനാണ്. അവൻ ഇത് കൈപ്പ് ചെയ്യാനായിട്ട് അവിടുന്ന് വരുന്നതാ. കൊല്ലം. ഇയാളൊരു പാട്ടും പാടുന്നത് മറ്റാളായിരുന്നു. സുപ്രനാണ് പാട്ട് പാടും, പിന്നെ മുസ്തഫ പാടും. എന്നാലും നമുക്ക് ഒരു പാട്ട് പാടിയല്ലോ. ചോലക്കേറിലൂടെ മുത്താരം കുന്നുകേറി വെട്ടം തെളിച്ച് വരുന്നവനാരാട സൂര്യൻ. വെട്ടം തെളിഞ്ഞൊര മാനത്ത് നോക്കിയിട്ട് കാറ്റിന്റെ തേരിൽ തലയാട്ടി നിൽക്കുന്നതാരോ ആരോ. ചെമ്മാനം ചോറ് തൊടുത്തേ കിളിയെല്ലാം പാറി നടന്നേ, കളിവെള്ളം കായലടുത്തേ ദിത്തിത്താരോ ദിത്തിത്തേ. ചെമ്മാനം ചോന്ന് തുടിച്ചേ കിളിയെല്ലാം പാറി നടന്നേ, കളിവെള്ളം കായലടുത്തേ ദിത്തിത്താരോ ദിത്തിത്തേ. ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ ദഗദൈദൈദോ. അപ്പൊ എന്തായാലും നമ്മളെ ഓണടിപൊളി അല്ലേ, ഉഷാറായി. ഇത്രയും വലിയൊരു ടീമിനൊപ്പം എന്താ പറയാ ഭയങ്കര സന്തോഷായി അല്ലേ. കുറെ നേരം ഈ മക്കളെ കൂടിയും ഇവരൊക്കെ ഒപ്പം എന്താ പറയാ സമയം പോയത് അറിഞ്ഞില്ല. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കുട്ടികള്. അതുപോലെ തന്നെ ഇനി ഈ ഇവരുടെ എപ്പിസോഡുകൾ കൂടുതൽ ട്യൂഷൻ വീട് കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. ഇനിയും രസകരമായ എപ്പിസോഡുകൾ ട്യൂഷൻ വീടിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേക്ഷകരോട് എന്ത് പറയാം? ട്യൂഷൻ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നവരാണ് എല്ലാവരും. അപ്പോൾ അതിനാദ്യം നന്ദി പറയാണ്. പിന്നെ ഞങ്ങളുടെ പുതിയ പുതിയ എപ്പിസോഡ്സൊക്കെ ഇനി വരാനുണ്ട് സീസൺ 3. അതൊക്കെ എല്ലാവരും കാണാം. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും. ഫാസിൽ എന്താ പറയാനുള്ളത്? ഇനിയും എപ്പിസോഡ്സ് ഇറങ്ങാണ്ട്, എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം. പുതിയ സീസൺ വരുമോ? സീസൺ നോക്കാം, ഇൻഷാ അല്ലാഹ് റെഡിയാവും.
അപ്പൊ എന്തായാലും നമുക്കൊരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പം എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.